കെട്ടിയിട്ട പട്ടിക്ക് ശൗര്യം കൂടുന്നു പറയുന്നത് പോലെ ഈ ലൈംഗികമായിട്ടുള്ള അല്ലെങ്കിൽ കാമപരമായി എന്ത് കണ്ടാലും ഭയങ്കര ആവേശമാണ് മലയാളി. പെൺകുട്ടികളെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ ആകർഷിച്ച് ഇതിലേക്ക് കൊണ്ടുവന്ന് ചാടിക്കുന്ന ഒരു സമ്പ്രദായം തുടങ്ങിയിട്ടുണ്ട് മലയാള സിനിമ. പലയിടത്തുനിന്നും കിട്ടിയ റിപ്പോർട്ടുകളാണ്. അത് കൃത്യമായി അമ്മ കൊണ്ടുവന്ന് തരുന്നു എന്ന് മാത്രമല്ല ഒരു പ്രത്യേക ചെയ്യും. എന്ത് വേണമെങ്കിൽ വളരെ എന്താ പറയാ എല്ലാ സമ്മതവും അവിടെ അറിയിക്കുക. എനിക്ക് ഒരുപക്ഷെ കാമം മാത്രമായിരുന്നു എനിക്ക് തോന്നിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടെ എല്ലാം സംഭവിക്കും. പക്ഷെ അവിടെ എനിക്ക് അവരോട് തന്നെയാണ് വളരെ സീനിയർ ആയിട്ടുള്ള വളരെ പ്രഗത്ഭനായിട്ടുള്ള മലയാള സിനിമയിലെ സംവിധായകൻ നേരിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം, ഒരു അമ്മയെയും മകളെയും ഒരേ സമയം ഒരു മുറിയിൽ അയാൾ ഒരു അമ്മയോടും മകളോടും ഒക്കെ ശയിച്ചിട്ടുണ്ട്. ഒരേ കട്ടിലിൽ അമ്മയും മകളും ഇയാളും. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം കേരളം ഇളകിമറിയുകയാണ്. ഇന്നലെ രേവതി സമ്പത്ത് എന്ന് പറയുന്ന പെൺകുട്ടി വെളിപ്പെടുത്തിയ ഞെട്ടിക്കുന്ന വസ്തുക്കളുടെ പേരിൽ ഇന്ന് നടൻ സിദ്ദിഖ് അമ്മയുടെ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. അതോടൊപ്പം ചലച്ചിത്ര അക്കാദമി സ്ഥാനം രാജിവെച്ചുകൊണ്ട് രഞ്ജിത്തും അരങ്ങൊഴിഞ്ഞിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് സിനിമാ രംഗത്ത് പത്രപ്രവർത്തകനായി പ്രവർത്തിച്ചിട്ടുള്ള, അതേപോലെ തിരക്കഥാകൃത്തായ, സംവിധായകനായ, എഴുത്തുകാരനായ PG ജോൺസനാണ്. ധാരാളം അനുഭവങ്ങളുള്ള അദ്ദേഹം വെട്ടിത്തുറന്ന് പറയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. അതായത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന ശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഓരോ ദിവസവും വ്യാപകമാകുകയാണ്. കേരളം ഒരു ലൈംഗികതയുടെ ഒരു വല്ലാതെ അതിപ്രസരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടു ചെന്നെത്തിയിരിക്കുകയാണ് ഈ റിപ്പോർട്ടൊക്കെ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, കേരളം എന്ന് പറയുന്നത് കെട്ടിയിട്ട ലൈംഗികതയുള്ള കുറേ ആളുകളാണ്. കെട്ടിയിട്ട പട്ടിക്ക് ശൗര്യം കൂടുന്നു പറയുന്നത് പോലെ ഈ ലൈംഗികമായിട്ടുള്ള അല്ലെങ്കിൽ കാമപരമായി എന്ത് കണ്ടാലും ഭയങ്കര ആവേശമാണ് മലയാളിക്ക്. അത് ഇവിടെയും പ്രതിഫലിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സിനിമയുടെ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നത്, ഇപ്പം കേരളം നമ്മളുടെ നിത്യജീവിതത്തിൻ്റെ നമ്മളുടെ ഈ ഒരു സമൂഹത്തിൻ്റെ ഒരു പകർപ്പ് തന്നെയാണ് സിനിമാ ലോകം. പക്ഷെ സിനിമയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീകളും ഏറ്റവും സൗന്ദര്യമുള്ള ആണുങ്ങളും ഒത്തുകൂടുന്ന ഒരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നടീനടന്മാരുടെ കാര്യം ഞാൻ പറയുന്നത്. അങ്ങനെ അവർ വീട് വിട്ടിട്ടായിരിക്കും വന്ന് അവിടെ ഒരുമിച്ച് വലിയ വലിയ ഹോട്ടലുകളിൽ താമസിക്കുന്നു, വിദേശത്ത് പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ സ്ത്രീയും പുരുഷനും, ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെ, അതായത് സൗന്ദര്യമുള്ളവർ പരസ്പരം ആകർഷിക്കപ്പെടും. അവിടെ പലതും സംഭവിക്കും. അത് വ്യഭിചാരം എന്ന് പറയുന്ന ഒരു വകുപ്പിൽപ്പെടുത്താവുന്നതാണ്. അതിനെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയേണ്ട ആവശ്യമല്ല, അത് എതിർക്കപ്പെടേണ്ട ആവശ്യമല്ല. കാരണം എതിർക്കപ്പെടേണ്ട കാര്യമല്ല. പക്ഷേ പീഡനം, ഒരു അവസരം വാഗ്ദാനം ചെയ്തിട്ട് അല്ലെങ്കിൽ ഇന്ന ഒരു ഗുണം നിനക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ കീഴ്പ്പെടുത്തുന്നത്, അതൊക്കെ വലിയ തെറ്റാണ്. ഇപ്പോൾ കാസ്റ്റിംഗ് കൗച്ച് എന്ന് നമ്മൾ പറയും. കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എല്ലാവരും ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ അത് കൗച്ച് എന്ന് പറഞ്ഞാൽ കിടക്കയാണല്ലോ. കിടക്കയാണ്, ബെഡോ അങ്ങനെ എന്തോ ആണ്. അപ്പം കാസ്റ്റിംഗ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അധികാരമുള്ളവൻ അല്ലെങ്കിൽ പണമുള്ളവൻ കലാരംഗത്തെ സ്ത്രീകളെ കീഴ്പ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഒരു സംഭവമാണ് കാസ്റ്റിംഗ് കൗച്ച്. അതിൽ അവൾക്കൊരു അവസരം ഓഫർ ചെയ്യുന്നു. ആ അവസരം ഓഫർ ചെയ്തിട്ട് അവളെ ഇതിലേക്ക് വരുത്തുകയാണ്. അപ്പോൾ അതിന് തയ്യാറായിട്ട് വരുന്നത് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അതിലേക്ക് കൊണ്ടുവന്ന് ചാടിക്കുന്നവരുമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എതിർക്കേണ്ടത്. അതായത് അതിൽ ഒരു ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിനെ എതിർക്കേണ്ടതാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മറ്റത് സ്ത്രീയും പുരുഷനും പരസ്പരം ഇഷ്ടത്തോടു കൂടി അത് മുറിയുടെ ഉള്ളിൽ എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതായത് പാർവതി നിരവത്തും അതേപോലെയുള്ള നടികളെല്ലാം ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങാൻ കാരണം, നമ്മുടെ ഒരു നടിയെ ഒരു വാനിൽ കയറ്റി
അതിൻ്റെ ഉള്ളിൽ ഇതാക്കിയതിന് ശേഷം വീഡിയോ എടുത്ത് ഭയങ്കരമായി പ്രചരിപ്പിച്ചു എന്നുള്ള സംഭവമാണല്ലോ ദിലീപൊക്കെ അറസ്റ്റ് ചെയ്യാൻ കാരണം. അതിനെ ആസ്പദമാക്കി അവരെല്ലാം രംഗത്ത് വന്നപ്പോൾ അവരെല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾക്കെല്ലാം തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളെ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ലൈംഗികമായി കടന്നു കൊടുക്കണം, കടപ്പറ പങ്കിടണം എന്നുള്ളതൊരു മസ്റ്റായ കാര്യമായി മാറിയിട്ടുണ്ടോ? അതിന് തയ്യാറുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ WCCയിലെ അംഗങ്ങൾ തന്നെ പല പെൺകുട്ടികളും വളരെ കഴിവുള്ള കുട്ടികളാണ്. അത്തരം കുട്ടികൾക്ക് അത്തരം അനുഭവം, വിദ്യാഭ്യാസമുള്ളവരാണ്, ചിന്താശേഷിയുള്ളവരാണ്, ലോകത്തെപ്പറ്റി അറിയുന്നവരാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് പോലും അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ഈ പഴയ കാല നടികൾ വലിയ വിവരവും വിദ്യാഭ്യാസവും ഒന്നുമില്ല, പക്ഷെ അവരെയൊക്കെ കീഴ്പ്പെടുത്താൻ വളരെ എളുപ്പമായിരുന്നു. അതിന്നും വളരെ ശക്തമായിട്ട് നടന്നു വരുന്നുണ്ട് എന്നുള്ളതിന് തെളിവ് തന്നെയാണ് ഈ WCCയുടെ രൂപീകരണത്തിനും അതിൻ്റെ ഇന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരെ അതിനെത്തിച്ചിട്ടുള്ളത്. അതിൽ സംശയമൊന്നുമില്ല. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ 2 തരം നടികന്മാരാണ്. ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് നടികൾ, 2 അല്ലാത്ത നടികൾ. അവരെ ചൂഷണം ചെയ്യണം, എല്ലാ തരത്തിലും ലൈംഗികമായി ചൂഷണം ചെയ്യണം. ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വഴങ്ങിക്കൊടുത്തിരിക്കണം. മറ്റേത് അഡ്ജസ്റ്റ്മെന്റ് നടികൾ എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് അവർ എന്തിനും തയ്യാറാണ്, അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ആരോപണമാണ് വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് സിനിമയ്ക്കുള്ളിൽ നിന്ന് ധാരാളം അറിവുള്ള PG ജോൺസൺ എന്താണ് പറയാൻ? കൂട്ടിക്കൊടുക്കലുകൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ കൂട്ടു നിൽക്കുന്നത് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്, എല്ലാവരും ആണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ചിലരുണ്ട്. അതുകൂടാതെ പുതിയൊരു വിഭാഗം ഇന്ന് ഉണ്ടായിട്ടുണ്ട് മലയാള സിനിമയിൽ, കാസ്റ്റിംഗ് ഡയറക്ടർ. ഈ കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരാളെ സത്യത്തിൽ ആവശ്യമില്ല, ഡയറക്ടർ തന്നെയാണ് കാസ്റ്റ് ചെയ്യേണ്ട ആൾ. തൻ്റെ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ നടീനടന്മാരെ കാസ്റ്റ് ചെയ്യേണ്ട ആൾ ഡയറക്ടറാണ്. പിന്നെ വേറെ കാസ്റ്റിംഗ് ഡയറക്ടർ വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് വെച്ചിട്ട് പെൺകുട്ടികളെ, കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ ആകർഷിച്ച് ഇതിലേക്ക് കൊണ്ടുവന്ന് ചാടിക്കുന്ന ഒരു സമ്പ്രദായം തുടങ്ങിയിട്ടുണ്ട് മലയാള സിനിമയിൽ. അത് പലയിടത്തുനിന്നും കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകളാണ്, നമുക്ക് അനുഭവമുള്ളതാണ്. താങ്കൾ തന്നെ ഒരു കുറിപ്പ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ ഒരു അമ്മ സ്വന്തം മകളെ സിനിമാ നടിയാക്കാൻ ആ പ്രൊഡ്യൂസറുടെ അടുത്ത് എത്തിച്ചു എന്ന് പറയുന്നൊരു സംഭവം. അവരെ PG ജോൺസന് പരിചയപ്പെടുത്തി തന്നു, പിന്നീട് നിങ്ങൾ തമ്മിൽ വലിയ അടുത്ത ബന്ധമായി എന്നൊക്കെ പറയുന്ന ഒരു കാര്യമില്ല. ഈ അമ്മ നടിമാർ ഇങ്ങനെയാണ്, അമ്മമാർ ഇങ്ങനെയുള്ള ആളുകളാണോ ശരിക്കും സിനിമയിൽ? അല്ല, അങ്ങനെയുള്ള അമ്മമാരുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണല്ലോ അത്. ആ അമ്മ, താങ്കളുടെ ആ അനുഭവം ഒന്ന് പറയാമോ? അന്നുണ്ടായുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഞാൻ കോഴിക്കോട് സിനിമാ പ്രസിദ്ധീകരണത്തിൽ വർക്ക് ചെയ്യാണ്, സിനിമ മാഗസിൻ, സിനിമ ടുഡേ. അങ്ങനെ വർക്ക് ചെയ്യുന്ന കാലത്താണ് തൃശ്ശൂർ എന്നുള്ള ഒരു പ്രൊഡ്യൂസർ പരിചയമുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ള ചില വർക്കുകളെ പറ്റി നന്നായിട്ട് റൈറ്റപ്പ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹം വന്ന് വിളിക്കുകയാണ് എന്നെ. അപ്പോൾ അവിടേക്ക് ഹോട്ടൽ മുറിയിലായിരുന്നു ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കോഴിക്കോടുള്ള വളരെ സീനിയർ ആയിട്ടുള്ളൊരു പത്രപ്രവർത്തകൻ, ഒരു ചീഫ് സബ് എഡിറ്ററാണ് ഒരു പ്രമുഖ പത്രത്തിൻ്റെ, അദ്ദേഹം ഉണ്ടായിരുന്നു, ഈ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, കൂടാതെ ഈ അമ്മയും മകളും ഉണ്ടായിരുന്നു. അപ്പം അവിടെ വെച്ചിട്ടാണ് അപ്പോൾ ഇവരോട് പറഞ്ഞത്, ഇദ്ദേഹം ഇങ്ങനെ സിനിമ മാഗസിൻ്റെ എഡിറ്ററാണ്, അപ്പോൾ വേണമെങ്കിൽ അന്ന് കളർ പേജിലൊക്കെ ഒരു ഫീച്ചർ അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ് അന്നത്തെ കാലത്ത്, പ്രത്യേകിച്ചും സെൻട്രൽ സ്പ്രെഡൊക്കെ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ കവർ പേജ് അടിക്കും എന്നൊക്കെ പറഞ്ഞ് അമ്മയെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടാവണം, ഇന്നാൾ ഇവിടെ വരുന്നുണ്ട്, നിങ്ങൾ സഹകരിക്കണം എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ എന്നോട് പറഞ്ഞു, അടുത്ത മുറിയിൽ വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ചെറുതായിട്ട് കണ്ണിറുക്കുകയൊക്കെ ചെയ്തു പ്രൊഡ്യൂസർ. അപ്പോൾ എൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പ്രായം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പെണ്ണിനെ തൊട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, പെണ്ണ് എന്താണെന്ന് അറിയില്ല, ഈ ഭ്രാന്ത് മാത്രമേ ഉള്ളൂ. അതായത് പല പുസ്തകങ്ങളും, പ്രത്യേകിച്ച് നാൻസി ഫ്രൈഡയുടെ ഫോർബിഡൻ ഫ്ലവേഴ്സും മൈ സീക്രട്ട് ഗാർഡനും മൈ മദർ മൈ സെൽഫും ഷെറി ഹൈറ്റിൻ്റെ ഷെറി റിപ്പോർട്ടും ഹൈറ്റ് റിപ്പോർട്ടും ഇതൊക്കെ വായിച്ച് ആ യൗവനം ചൂടുപിടിച്ചിരിക്കുന്ന കാലമാണ്. അപ്പം ആ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്.
അപ്പോൾ ആ കുട്ടി പ്രത്യേകിച്ചും കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ ഇഷ്ടമായി. ഇഷ്ടം എന്ന് വെച്ചാൽ അതൊരു എന്തോ ഒരു വല്ലാത്തൊരു ഇഷ്ടമാണ് എനിക്ക് തോന്നിയത് ആ കുട്ടിയെ കണ്ടപ്പോൾ. അവളുടെ ചിരിയൊക്കെ കണ്ടപ്പോഴേ ഒരു വളരെ ഇന്നത്തെ നടി ശാരദയുടെ ഒരു ഏകദേശം രൂപസാമ്യമുള്ള ഒരു കുട്ടിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ആ കുട്ടിയോട് വളരെ വലിയ ആകർഷണം തോന്നി. അപ്പോൾ പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞു, പിന്നെ PG ഒരു കാര്യം ചെയ്യൂ, അടുത്ത റൂമിൽ വിശ്രമിച്ചോളൂ, നമ്മുടെ റൂമാണ്, AC റൂമാണ്. ഞാനവിടെ അപ്പോഴും നമ്മളുടെ ഉള്ളിൽ ഈ ജിജ്ഞാസയുണ്ട്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോഴാണ് ഈ പെൺകുട്ടിയെയും കൊണ്ടിട്ട് ഈ അമ്മ മുറിയിലേക്ക് വരുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ മോളുമായിട്ട് സംസാരിച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. അത് കൃത്യമായി അമ്മ കൊണ്ടുവന്ന് തന്നതാണ്. കൊണ്ടുവന്ന് തരുന്നുവെന്ന് മാത്രമല്ല, ഒരു പ്രത്യേക ചിരിയും എന്ത് വേണമെങ്കിൽ ആയിക്കോ, സ്വന്തം മകളെ സ്വന്തം ഉപയോഗിച്ചോളൂ എന്ന് വളരെ എന്താ പറയാ, എല്ലാ സമ്മതവും അവിടെ അറിയിക്കുകയാണ്. ആ മുഖഭാവം, അവരുടെ ശരീരഭാഷ അത് തന്നെയാണ്, അവരുടെ മുഖഭാവം അതാണ്. എന്നിട്ട് അവർ മുകളോടെ എന്തോ കണ്ണുകൊണ്ട് കാണിച്ചിട്ട് അവർ മുറിയിൽ നിന്ന് പോവാം. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഈ കുട്ടി അന്ന് ഞാൻ അതിൽ സൂചിപ്പിച്ച പോലെ തന്നെ ചുവപ്പും കറുപ്പുമായിട്ടുള്ള ഒരു ചുരിദാറാണ് ധരിച്ചിട്ടുള്ളത്. നല്ലൊരു പെർഫ്യൂമിൻ്റെ സുഗന്ധം അവൾക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്ത്രീ സംസർഗം എന്ന് പറയുന്ന ഒരു വിധത്തിലും ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് വീട്ടിൽ തന്നെ പെങ്ങന്മാരൊന്നുമില്ല. അതുകൊണ്ട് സ്ത്രീകളായിട്ടുള്ള യാതൊരു അങ്ങനെയുള്ള ഇടപാടുകളോ അല്ലെങ്കിൽ അടുപ്പമൊന്നുമില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം. അതും ഈ പറഞ്ഞ പോലെയുള്ള ഈ ഭാവനകളിലാണ് നമ്മൾ ഒരുപാട് ഫാൻറ്റസികളൊക്കെ വർക്ക് ചെയ്യേണ്ട ഉള്ളിൽ. അപ്പോൾ ഈ കുട്ടിയെ കാണുന്നത്, പക്ഷെ ആ കുട്ടിയായിട്ട് അവൾ ചിരിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനോടൊരു വല്ലാത്ത ഇഷ്ടമാണ് തോന്നുന്നത്. കാമമൊക്കെ പോയി, പിന്നെ കാമമൊന്നുമല്ല, പ്രണയം. ശരിക്കും ഡിവൈൻ ലവ് എന്നൊക്കെ പറയുന്നത് പോലെ ദിവ്യമായ പ്രണയം. ആ പ്രായം അങ്ങനെയാണല്ലോ. അവൾക്കും എന്തോ അങ്ങനെ ഒരു ഭാവം തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിട്ടുള്ള സിനിമകളെ പറ്റിയിട്ടും ഇഷ്ടപ്പെട്ട പാട്ടിനെ പറ്റിയിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആ സമയം കഴിച്ചു കൂട്ടി. കുറേ നേരം ഇരുന്നു. ആ കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് മുറിയിൽ ഒരുപാട് നേരം ഇരുന്നു. പിന്നീട് ആ കുട്ടിയെ കല്യാണം കഴിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു, എനിക്ക് പിന്നെ കോഴിക്കോടുള്ള കുട്ടി. ശരിക്കും അവിടെ ഒരു അമ്മ പൂർണ്ണമായിട്ട് താല്പര്യത്തോടെ ഈ കിടപ്പറ പങ്കിട്ടോളൂ എന്ന് പറഞ്ഞു തോന്നും. ആ കുട്ടിയും അതേപടി എല്ലാത്തിനും വില്ലിങ് ആയതുകൊണ്ടാണല്ലോ അവിടെ ഇരുന്നത്. വില്ലിങ് ആയതുകൊണ്ടാണ് ഇരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഒരുപക്ഷെ കാമം മാത്രമായിരുന്നു എനിക്ക് തോന്നിയിരുന്നതെങ്കിൽ ഒരുപക്ഷെ അവിടെ എല്ലാം സംഭവിക്കുമായിരുന്നു. പക്ഷെ അവിടെ എനിക്ക് അവളോട് പ്രണയമാണ് തോന്നിയത്, അനുരാഗം. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സ്ത്രീയോട്, ഒരു പെൺകുട്ടിയോട് അങ്ങനെയുള്ള ഒരു വികാരം തോന്നുന്നത് അത്ര ഡീപ്പായിട്ട്. പക്ഷെ ഇത് പ്രസിദ്ധീകരിച്ച ശേഷം, ക്രൈം നമ്മുടെ ചാനൽ ഇത് പ്രസിദ്ധീകരിച്ച ശേഷം ഒരു വീഡിയോ തന്നെ ഞാൻ കാണാനുണ്ടായി. താങ്കൾ അവിടെ ആ പെൺകുട്ടിയുമായിട്ട് എല്ലാ തരത്തിലുള്ള ബന്ധമുണ്ടായി കഴിഞ്ഞു, കേളി ആടി എന്ന് പറഞ്ഞിട്ട് വീഡിയോ വന്നു കഴിഞ്ഞു. എനിക്കതൊരു സുഹൃത്ത് അയച്ചു തരുന്നുണ്ടായി. നമ്മുടെ ഒരു ശ്രീകുമാർ എന്ന് പറഞ്ഞൊരു സുഹൃത്ത് എനിക്കത് അയച്ചു തന്നു. ഞാനപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞെട്ടുന്നത്. കാരണം കാമകേളികളുടെ ആടി എന്നാണ് പറയുന്നത് ഞാൻ. അപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യമാണ്. മലയാളി എന്തെങ്കിലും ചെറിയൊരു സംഭവം കിട്ടുമ്പോഴേക്കും അതിനെ അങ്ങോട്ട്, പ്രത്യേകിച്ചും ലൈംഗികമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വല്ലാതെ അങ്ങോട്ട് പൊലിപ്പിക്കും. അതിനിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ താങ്കൾ ആദ്യം അതിനകത്ത് പറഞ്ഞൊരു വാചകം എന്താ വെച്ചാൽ താങ്കൾ കാമാതുരനായിരുന്നു. കറക്റ്റ്. പ്രണയമല്ലായിരുന്നു. ഒരു പുതിയ പെൺകുട്ടിയെ കിട്ടുന്നു, താങ്കളെ അവരെ എത്തിച്ചു തന്നു അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവരുടെ കവർ പേജും സിനിമാക്കാരെ മാത്രമല്ല പറയേണ്ടത്, സിനിമാ പ്രസിദ്ധീകരണങ്ങളുമായി നടക്കുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെയും ഈ നടിമാരെ കൊണ്ട് സംതൃപ്തിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ പറയുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ പ്രണയം ഒന്നില്ലായിരുന്നെങ്കിൽ ആ കുട്ടിയുമായിട്ട് എല്ലാ ബന്ധവും ഉണ്ടാകുമായിരുന്നില്ലേ? ഉറപ്പായിട്ടും ഉണ്ടാകുമായിരുന്നു. അപ്പൊ കുട്ടികളെ അമ്മമാർ തന്നെയാണ് കൊണ്ടിരുന്നത്. അതെ അതെ അതെ, സത്യമല്ലേ? എന്നിട്ട് അതിന്റെ പിന്നെ എന്തുണ്ടായി?
പ്രണയമുണ്ടായി, പിന്നെന്തുണ്ടായി? പ്രണയമുണ്ടായി. പിന്നെ എനിക്ക് പ്രണയം ഉണ്ടായെന്ന് മാത്രമല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിന്നെ അവരുടെ വീട്ടിലേക്ക് ചെല്ലാൻ തുടങ്ങി. എവിടെയായിരുന്നു വീട്? കോഴിക്കോട് തന്നെ. ഉം. ഞാനത് കൂടുതൽ അതിലേക്ക് പോകുന്നില്ല, കാരണം അത് അവരുടെ കുട്ടിയുടെ പേരൊക്കെ പറയാലോ, അപ്പൊ എല്ലാരും വെളിപ്പെടുത്തില്ലേ? അല്ല അത് എനിക്ക് അങ്ങനെ വെളിപ്പെടുത്താൻ തോന്നുന്നില്ല. നിങ്ങൾ കണ്ടുപിടിക്കുമെങ്കിൽ അതെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയതുപോലെ ഒരു പ്രശസ്തനായ ഒരു കേരളത്തിലെ പ്രൊഡ്യൂസർ, മുമ്പത്തെ പ്രൊഡക്ഷൻ കൺട്രോളറും ഇപ്പോഴത്തെ പ്രൊഡ്യൂസറുമാണ് ആ കുട്ടിയുടെ സഹോദരിയെ കല്യാണം കഴിച്ചത് എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പേര് പറയാൻ മടിക്കുന്നു എന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് ശരിയാണ്. പക്ഷെ ഞാൻ എന്തുകൊണ്ട് പേര് പറയാൻ മടിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, അതുകൊണ്ട് ഇനി അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ടാണ്. നമ്മളിപ്പോൾ അത് പറഞ്ഞതിൻ്റെ ഒറ്റ ലക്ഷ്യമുള്ളൂ, അത് അവരെ അപമാനിക്കാനോ മോശമാക്കാനോ വേണ്ടിയല്ല. അവർക്ക് അവരുടെ ജീവിതം. പക്ഷേ സിനിമയിൽ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്, പെൺകുട്ടികളെ അമ്മമാർ തന്നെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അനുഭവം ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ല. മുമ്പ് ഇതേപോലെ ഒരു അനുഭവം നമ്മുടെ ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച അപർണ, അതവര് സുവർണയെ അമ്മ തന്നെ കൊണ്ട് സംവിധായകന് എറിഞ്ഞു കൊടുത്തു എന്ന് പറയുന്ന വലിയൊരു കഥ വന്നിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി അത് കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്കത് അത്ര ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ ഈ സിനിമയുടെ ഉള്ളിൽ കൃത്യമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ രൂപത്തിൽ ഈ പെൺകുട്ടികളെ അമ്മമാര് തന്നെ എത്തിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അല്ല, അതിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് സമൂഹം എങ്ങനെ എടുക്കും എന്നുള്ളത് ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. കാരണം സത്യമാണ് പറയുന്നത്. ഒരു സംവിധായകൻ, വളരെ സീനിയർ ആയിട്ടുള്ള, വളരെ പ്രഗത്ഭനായിട്ടുള്ള മലയാള സിനിമയിലെ ഒരു സംവിധായകൻ നേരിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരമ്മയെയും മകളെയും ഒരേ സമയം ഒരു മുറിയിൽ അയാൾ ഒരമ്മയോടും മകളോടും ഒപ്പം ശയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരേ കട്ടിലിൽ അമ്മയും മകളും ഇയാളും. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഇതൊക്കെ അത്രയും രതിവൈകൃതങ്ങളുടെ ഒരു വല്ലാത്തൊരു ആളുകളായി മാറുന്നവർ എന്തിനും തയ്യാറാണ്. അമ്മയാണോ മോളാണോ ഒന്നും. അത് പക്ഷേ സിനിമക്കാരെ മാത്രമല്ലാന്നേ, സിനിമക്കാരുടെ ഒരു സംഭവം ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ നമ്മളതിൽ ഞെട്ടുന്നു മാത്രം. പക്ഷെ ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ എത്ര. ഇപ്പം അൾത്താരയിൽ വെച്ചിട്ട് പീഡനം നടത്തുന്ന പുരോഹിതനേക്കാൾ വലിയ സംഭവമാണ് ഇതൊക്കെ. ഒരിക്കലും അല്ല, അത് അടക്കം സംഭവിക്കുന്ന ലോകമാണ്. പിന്നെ ഈ കുമ്പസാരക്കൂട്ടിൽ വന്ന് പറയുന്ന യുവതിയോട് അല്ലെങ്കിൽ ആ വീട്ടമ്മയോട്, പിന്നെ ആ കുമ്പസാരത്തിന്റെ രഹസ്യങ്ങൾ വെച്ചിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് എത്ര വ്യഭിചരിക്കുന്ന വൈദികന്മാർ. അതെ അതെ, താങ്കൾ ഒരു പുസ്തകം തന്നെ എഴുതിയല്ലോ, നേർച്ച. അതെ അതെ, തീർച്ചയായിട്ടും. ഒരു പെൺകുട്ടി നേർച്ച ചെയ്യുന്നു, അവസാനം ആ പെൺകുട്ടി അതൊന്ന് പറയാം. ആ നേർച്ച എന്നുള്ള ഒരു പുസ്തകത്തിന്റെ ആ ഒരു സംഭവം ഉണ്ട്, ലോകം മുഴുവൻ ശ്രദ്ധിച്ച അവാർഡ് കിട്ടിയ ഒരു പുസ്തകമാണല്ലോ താങ്കളുടേത്. അതെ അതെ, തീർച്ചയായിട്ടും. അല്ല, നേർച്ച ഒരു സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ കന്യാസ്ത്രീ ആകേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ അനുഭവമാണ്. അവളുടെ ഉള്ളിൽ ഒരിക്കലും ഇത് ഈ സ്നേഹദാഹം അടിച്ചമർത്താൻ പറ്റില്ല എന്നുള്ളത് കാണിക്കുന്ന ഒരു സംഭവമാണ്. ഈ കന്യാസ്ത്രീകളോട് സഭ ചെയ്യുന്ന ക്രൂരതയാണ് സത്യം പറഞ്ഞ ആ ഒരു ക്ലർജി ലൈഫ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അവരുടെ. അപ്പം അതിനെയാണ് നമ്മളവിടെ കാണിച്ചിട്ടുള്ളത്. അത് ഈ അഭയ കേസൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് വന്നിട്ടുള്ള. അതിനുശേഷം എത്രയോ പെൺകുട്ടികളെ, കന്യാസ്ത്രീകളായ പെൺകുട്ടികളുടെ ജഡം കിണറുകളിലും അങ്ങനെ പലയിടത്തും കണ്ടെത്തി. കേരളത്തിൽ ഒരുപാട് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെ മുന്നോടിയായിട്ട് മുൻകൂട്ടി കണ്ട ഒരു സാധനമായിരുന്നു നേർച്ച. ആ പുസ്തകം എത്ര വയസ്സിൽ എഴുതിയിരുന്നത്? അതെന്റെ 24-ാമത്തെ വയസ്സിൽ. MT ആയിരുന്നു. MT ക്കായിരുന്നു സമർപ്പണം. MT മറ്റേ വൈക്കം മുഹമ്മദ് ബഷീറാണ് അതിന് അവതാരിക എഴുതുന്നത്. MT അതിൻ്റെ അകത്ത് എഴുതിയ വരികളും ഉണ്ടല്ലോ. MT അതിനെപ്പറ്റി വളരെ നന്നായിട്ട് സംസാരിച്ചു എന്നോട്. അത് ഞാൻ MT ക്കാണ് അത് പുസ്തകം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് അന്നും MT മാതൃഭൂമി പീരിയോഡിക്കൽസ് എഡിറ്ററാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ട് പുസ്തകം കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ദിവസം ഞാൻ പോയി അദ്ദേഹത്തിനെ കാണാൻ. അപ്പോൾ സാധാരണയായിട്ട് അദ്ദേഹം അങ്ങനെ ചിരിക്കുന്ന ആളൊന്നുമല്ല ആരോട്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു, ഇങ്ങനെ കാണിച്ചു. എന്ന് വെച്ചാൽ ഇരിക്കാനാണ് പറഞ്ഞത്. ഞാനിരുന്നു. അദ്ദേഹം അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഞാൻ ചെന്നപ്പോഴും അത് തന്നെയാണ്. വളരെ സംസാരം വളരെ കുറവാണല്ലോ. അപ്പോൾ ചെറിയൊരു നനുത്തൊരു മന്ദഹാസം മാത്രം മുഖത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അങ്ങനെ എനിക്കും എന്ത് പറയണമെന്ന് അറിയില്ല. കാരണം ഇത്ര വലിയൊരു സാഹിത്യകാരനോട് ഞാൻ പോയിരുന്നിട്ട് എന്താണ് പറയുക. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, നേർച്ച വായിച്ചു, മനോഹരം. ഇത്ര മാത്രമാണ് പറഞ്ഞത്.
അപ്പോഴേക്കും ചായയും കൊണ്ടിട്ട് ഒരാൾ വന്നു മുറിയിലേക്ക്. അദ്ദേഹത്തിന് ചായ കൊടുത്തു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ ഇയാൾക്കും കൂടി കൊടുക്കാൻ ആക്ഷൻ. അയാൾ പോയിട്ട് ഒരു ചായയും കൂടി കൊടുക്കും. അങ്ങനെ കുറച്ച് നേരം എം ടിയുടെ കൂടെ ഇരുന്നു. അതൊരു വലിയ അനുഭവമാണ്. അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം എം ടിയെ കണ്ടുമുട്ടി മാറ്റയുടെ ഒരു ഫംഗ്ഷനിൽ വെച്ച് അദ്ദേഹമാണ് എനിക്ക് ഈ തൂലികാ സമർപ്പണം, എഴുത്തുകാർക്ക് തൂലിക കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ എം ടി ആണ് എനിക്ക് ഇത് തന്നത്. പുസ്തക പ്രകാശനവും അദ്ദേഹം തന്നെയായിരുന്നു? അല്ല, പുസ്തകം അത് പ്രകാശനം ചെയ്തത് NN പിള്ളയായിരുന്നു. കോഴിക്കോട് മഹാറാണി അവിടെ വെച്ച്. അപ്പം എം ടി അന്ന് വളരെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കാണുകയാണ്. അപ്പം ഉച്ചഭക്ഷണത്തിന് ശേഷം ഞാൻ അടുത്തേക്ക് ചെന്നു അദ്ദേഹത്തിൻ്റെ. എന്നിട്ട് ഞാൻ പറഞ്ഞു, സാറിന് എന്നെ ഓർമ്മയുണ്ടോ? അങ്ങനെ നോക്കി പറഞ്ഞു, ഞാൻ PG ജോൺസൺ മുമ്പ് ഞാനൊരു പുസ്തകം എഴുതിയിരുന്നു കന്യാസ്ത്രീകളെ പറ്റി. അന്ന് സാറിനാണ് സമർപ്പിച്ചിരുന്നത്. അപ്പം നേർച്ച അല്ലേ എന്ന് ചോദിച്ചു. അതെനിക്ക് വലിയൊരു അവാർഡായിരുന്നു. കാരണം ദശകങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ സാധനം ഉണ്ടെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു. പക്ഷേ താങ്കളുടെ പുസ്തകത്തിന് അവാർഡ് കിട്ടിയ ശേഷം അഴീക്കോട് മാഷ് താങ്കളുടെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്, പട്ടി പോലും പേടിച്ചോടും. അതെ അങ്ങനെ രതി വൈകൃതങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്, അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടൊരു വലിയ കോളിളക്കം ഉണ്ടാക്കിയിരുന്നു. അതിലെന്തുണ്ടായിരുന്നു അഴീക്കോടുമായിട്ടുള്ള ഫൈറ്റ്? എത്രമാത്രം താങ്കളാണ്? അഴീക്കോട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് അഴീക്കോടിനെ എനിക്ക് മുൻപരിചയമൊന്നും ഉണ്ടായിരുന്നു. താങ്കൾ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞു കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് നിവേദനം വരെ എത്തിയില്ലേ? അതുവരെ എത്തിച്ചല്ലോ. സാധാരണ ഇപ്പോൾ നമ്മൾ ഒരു പുസ്തകത്തിനെ പറ്റി ഒരു അഭിപ്രായം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഈ പുസ്തകം കൊള്ളില്ല, അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ട് ഇത് മോശമാണെന്ന് പറയാണല്ലോ വേണ്ടത്. പക്ഷെ അഴീക്കോട് ചെയ്ത അങ്ങനെയല്ല. മലബാർ മഹോത്സവ സമ്മേളനത്തിൻ്റെ 10,000-കണക്കിന് ഓഡിയൻസ് ഉള്ള ഒരു വേദിയിൽ വെച്ചിട്ട് ഇങ്ങേര് പറയാണ്, ഞാൻ കോഴിക്കോട് ജില്ലാ കളക്ടർ ആയിരുന്നെങ്കിൽ ഈ നോവൽ എഴുതിയ PG ജോൺസൺ അറസ്റ്റ് ചെയ്യുമായിരുന്നു. നാളെ മാവൂരിന് തീ കൊളുത്തുകയാണെങ്കിൽ ഇന്നേ തീ കൊളുത്തേണ്ട പുസ്തകമാണിത് എന്നൊക്കെ പറഞ്ഞു. ഈ പുസ്തകം ഒരു പട്ടിക്ക് ഇട്ട് കൊടുത്താൽ അത് കരഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് ഓടും എന്നൊക്കെ വളരെ മ്ലേച്ഛമായ രൂപത്തിൽ ഒരു ചെറുപ്പക്കാരൻ്റെ പുസ്തകത്തിനെ അഴിക്കും. എനിക്ക് അന്ന് അദ്ദേഹത്തിനോടുള്ള സകല ബഹുമാനം പോയതാണ്. അന്നൊക്കെ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ പഴയകാല ചരിത്രത്തിൽ പോവുകയും അദ്ദേഹം പ്രേമലേഖനങ്ങൾ പലർക്കും ഒരേ ദിവസം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ലെറ്റർപേഡിൽ കൊടുത്തതും എല്ലാം. പക്ഷെ അവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അദ്ദേഹത്തിന്റെ പ്രണയലേഖനങ്ങൾ അതിന് അവാർഡ് കൊടുക്കും. അത്ര മനോഹരമായിട്ട് എങ്ങനെ എഴുതാൻ കഴിയുന്നു എന്നുള്ളത്. പക്ഷെ എല്ലാവർക്കും ഒരേ സാധനമാണ് കൊടുത്തത്. പക്ഷെ ഞാൻ 1-2 വായിച്ചിട്ടുള്ളൂ. ഞാൻ 120ഓളം പ്രേമലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട്. പബ്ലിഷ് ചെയ്തല്ല പുസ്തകം. അപ്പൊ അതില് അവര് നമ്മുടെ വിലാസ് ടീച്ചർക്ക് കൊടുത്തതും ലിവിഷ ടീച്ചർക്ക് കൊടുത്തതും പിന്നെ കന്യാസ്ത്രീക്ക് കൊടുത്തതും. കന്യാസ്ത്രീക്ക് കൊടുത്തതിലാണല്ലോ നിന്നെ പൂർണ്ണ രൂപത്തിൽ കാണാനാണ് എനിക്ക് ഇഷ്ടം, നഗ്നനായി കാണാനാണ് ഇഷ്ടം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം തന്നെ പറയുന്നത്. പിന്നെ ഒരു ലെറ്ററിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡേക്ക് യാത്ര, ആ യാത്രയിൽ ഒരു പെൺകുട്ടി കൂടെ ഇരുന്നു, പിന്നെ അവൾ എന്റെ മേലേക്ക് ചാഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിലാസ് ടീച്ചർക്ക് എന്നെ എഴുതിയ കത്താണ് അവർ തമ്മിലുള്ള ഇത് തകരാൻ കാരണം. ഇത് കണ്ടിട്ടുള്ള ഒരാള് ഇയാളൊരു പെണ്ണുപിടിയനാണ് എന്ന് കൃത്യമായി സ്ഥാപിക്കുന്ന ഒരു സാധനമാണ് അവിടെ വെച്ച് കണ്ടിട്ടുള്ളത്. അതാണ് അഴീക്കോട് നമ്മള് ഫൈറ്റില്ല. പിന്നെ അപ്പൊ അത് നമുക്ക് അടക്കാം. അപ്പൊ ഇവിടെ നമ്മുടെ സിനിമാ ലോകത്ത് ഇതിൻ്റെ അത് പറയുന്നത്, ഇതിൻ്റെ അകത്ത് അമ്മമാർ തന്നെ മക്കളെ എത്തിച്ചു കൊടുക്കുന്നു, എന്നിട്ട് കുട്ടികളെ സെക്സിലേക്കൊക്കെ. എല്ലാം അങ്ങനെയാണെന്നല്ല, അങ്ങനെയുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അമ്മമാരും അതിന് തയ്യാറായും കൊണ്ടാണ് വരുന്നത് എന്ന് പറയുന്ന ഒരു, അത് എത്രമാത്രം ഈ സിനിമാ ലോകത്ത് ശരിയാണ്? താങ്കളൊരു പത്രപ്രവർത്തകന ഈ രംഗത്ത് ധാരാളം വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം ഓരോരുത്തർക്കെതിരെ വ്യാപകമായ ആരോപണങ്ങളുമായിട്ട് ഓരോരുത്തർ ഭാവി തെറിക്കുകയാണ്. അവരൊക്കെ വളരെ അവരെ മോശക്കാരെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവരെല്ലാം ഇതാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ തന്നെ കാണാം നേക്കഡായ ഹാഫ് നേക്കഡായ ചിത്രങ്ങളും ഒക്കെ ആയിട്ടുള്ള എല്ലാത്തിനെയും കണ്ടിട്ട് പിന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അന്വേഷിക്കുമ്പോൾ നമ്മളതിനെ ഞെട്ടിപ്പോകുന്ന സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ എന്തുമാത്രമാണ് താങ്കളുടെ ഇതില് ഈ സിനിമയിൽ സ്ത്രീകള്? അല്ല, അതാ ഞാൻ പറഞ്ഞത്, എന്തിനും തയ്യാറാണ്. ഈ ഒരു വെള്ളിത്തിരയുടെ ഒരു വെള്ളി വെളിച്ചത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തിനും തയ്യാറാണ്. പ്രത്യേകിച്ചും പണം, പ്രശസ്തി, ഇതെല്ലാം ഉണ്ടാവുകയല്ലേ. അപ്പം അമ്മമാർക്കാണ് കൂടുതൽ ആഗ്രഹം. അപ്പം അതിന്
എന്തിനും തയ്യാറായിട്ട് മകളെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് പോലും അതിലേക്ക് കൊണ്ടുവരുന്ന അമ്മമാരുണ്ട്. അത് സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും ഒക്കെ അത് കാണാവുന്ന ഒരു സംഭവമാണ്. നമുക്കതൊന്നും തുറന്ന് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ആളുകളുടെ പേരോ സൂചനകളോ അത് ശരിയല്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അത് പറയാത്തത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിൽ ഇരകളാകുന്ന പുരുഷന്മാരുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണെങ്കിൽ അവരുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വളരെ സുന്ദരിയായിട്ടുള്ളൊരു മകളെ കൊണ്ടുവന്നിട്ട് ഇവളെ തരാം, അവസരം കൊടുത്താൽ മതി, പെട്ടെന്ന് അതിൽ ആ ഇരയിൽ കൊത്തും. അത് അയാളുടെ ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്ട്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പം മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് സിനിമയും ഏറ്റവും മനോഹരമായ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടമാണെന്ന് വിചാരിക്കുക. അവിടെ ആണുങ്ങളാകുന്ന കുറച്ച് വണ്ടുകളും ചിത്രശലഭങ്ങളും ഉണ്ട്. ഇവരോട് പറയുകയാണ്, നിങ്ങൾ ഈ വണ്ടുകളോടും പൂമ്പാറ്റകളോടും പറയുക, നിങ്ങൾ പൂക്കളിൽ ഇരിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി വിരുദ്ധമാണ്, അല്ലേ? ഇറ്റ്സ് എഗെയിൻസ്റ്റ് നേച്ചർ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെയാണ് സമൂഹം പറയുന്നവരോട്. പക്ഷെ ഇരുന്ന് പോവും. അതായത് ഇതിൽ വരുന്ന പെൺകുട്ടികൾ ഒരു സംവിധായകൻ മാത്രമല്ല, അതിൻ്റെ പ്രധാന നടൻ മാത്രമല്ല, പ്രൊഡ്യൂസർ മാത്രമല്ല, ലൈറ്റ്നിങ് ബോയ് മുതൽ അങ്ങോട്ട് ഉള്ള എല്ലാവർക്കും കിടക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന അതിൽ എനിക്ക് അത്ര ഇതുണ്ടെന്ന് തോന്നുന്നില്ല. ഈ എക്സ്ട്രാ നടികൾ അതുപോലുള്ള അതൊക്കെ ചിലപ്പോൾ സംഭവിച്ചു. അവരെ പുതുതായി വരുന്ന സിനിമാ നടികൾ ആ രൂപത്തിലാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചൊക്കെ അതൊക്കെ ആദ്യം ഇത് ഒരുപാടുണ്ടായിരുന്നു. കാരണം ഇപ്പൊ ഡാൻസ് വിഭാഗം, ഇപ്പൊ ഒരു നായകനും ഒരു പാട്ടുരംഗമാണെങ്കിൽ ആവശ്യമില്ലാതെ കുറെ 100 ആളുകൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലൂടെ ഡാൻസ് കളിച്ച് പോകുന്ന പെണ്ണുങ്ങളുണ്ടാവും. അത് മനഃപൂർവ്വം വ്യഭിചാരത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഏർപ്പാടായിരുന്നു. അല്ല, എല്ലാവരും നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല, പക്ഷെ അതിൻ്റെ ഒരു സത്യമാണത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തിൻ്റെ ആവശ്യം എന്താ? പ്രത്യേകിച്ചും കുഞ്ചാക്കോ സിനിമകളിലൊക്കെ എത്ര നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ. ഒരു കാര്യമില്ലാതെ ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടാവും പുറകിൽ നിന്ന് കളിക്കുന്നത്, പെണ്ണുങ്ങൾ. അപ്പം ലൈംഗിക അരാജകത്വം തന്നെ സിനിമയിലേക്ക് നിലനിന്നിട്ടുണ്ട്. ഇന്ന് കുറവാണ് പണ്ടത്തേനെ അപേക്ഷിച്ച്.